ദൂതനോട് മല്ല് പിടിച്ച യാക്കോബിനെ നോക്കി ദൂതൻ പറഞ്ഞു, ഇന്നു മുതൽ നീ യാക്കോബല്ല, നീ ഇസ്രായേലാണ്. എന്തിനാ യാക്കോബിന്റെ പേരിനെ മാറ്റിയെടുത്തത്? കാരണം അന്ന് വരെ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നന്മകളൊക്കെ പ്രാപിക്കുവാൻ യാക്കോബ് ശ്രമിച്ചത് ഉപായങ്ങളിലൂടെ മാത്രമായിരുന്നു. പക്ഷേ ആ ഉപായങ്ങളിലൂടെ താൻ നേടിയതൊന്നും തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായില്ല എന്ന് കണ്ട യാക്കോബ് ആദ്യമായി ദൈവത്തോട് മല്ല് പിടിച്ച് നന്മയെ, അനുഗ്രഹത്തെ പ്രാപിച്ചെടുത്തു. അന്നു മുതൽ യാക്കോബല്ല, ഉപായിയല്ല, ഉപായത്തോടെ നേടിയെടുക്കുന്നവനല്ല, ആദ്യമായി മല്ല് പിടിച്ച് ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച യാക്കോബിനെ നോക്കി പറയുകയാണ്, ഇനി മുതൽ നീ ഇസ്രായേലാണ്. ജീവിതത്തിൽ നന്മ പ്രാപിക്കേണ്ടത് ഉപായങ്ങളിലൂടെയല്ല, അനുഗ്രഹം പ്രാപിക്കേണ്ടത് എളുപ്പ വഴികളിലൂടെയല്ല. ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കേണ്ടത് ദൈവത്തോട് മല്ല് പിടിച്ച് ദൈവസന്നിധിയിൽ തീരുമാനങ്ങൾ എടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവസന്നിധിയിൽ വിശ്വസ്തതയെ ആചരിച്ചു വേണം നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ. ഒരിക്കലും ഉപായത്തോടെയോ ചതിവിലൂടെയോ എളുപ്പ വഴികളിലൂടെയോ നാം പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, നന്മകളോ അത് നിലനിൽക്കുന്നതല്ല. അതൊരിക്കലും നമുക്ക് അനുഗ്രഹമായി മാറത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തോട് മല്ല് പിടിച്ച് വിശ്വസ്തയോടെ നിന്ന് തീരുമാനങ്ങളോടെ അത് പ്രാപിക്കുക. അത് നിങ്ങളുടെ തലമുറയോളം നിലനിൽക്കുന്നതായിരിക്കും. അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകത്തില്ല. നിങ്ങളിൽ നിന്നും അത് നഷ്ടപ്പെടുത്തുവാനും ആർക്കും കഴിയുകയില്ല.